നമസ്കാരം, വെൽക്കം ടു ദ ഇന്ത്യ പ്രസ്. എൻ്റെ പേര് കൃഷ്ണരാജ്. ഇന്ത്യൻ റെയിൽവേ നൽകുന്ന ഒരു മികച്ച അവസരം, അതും അപ്രൻറ്റിസ്ഷിപ്പിന് വേണ്ടിയുള്ള അവസരം, ITIക്കാർക്കുള്ള അവസരം. അപ്പോൾ നിങ്ങൾ 10th കഴിഞ്ഞ് ITI കംപ്ലീറ്റ് ചെയ്ത ഒരാളാണ്, അല്ലെങ്കിൽ +2 ശേഷം ITI കംപ്ലീറ്റ് ചെയ്ത ഒരാളാണ് എങ്കിൽ നിങ്ങളുടെ ഏറ്റവും മികച്ച ഒരു സ്വപ്നങ്ങളിൽ ഒന്നായിരിക്കും ഉറപ്പായും ഇന്ത്യൻ റെയിൽവേ. കാരണം എല്ലാ ബ്രാഞ്ചുകളിലും എല്ലാ ട്രേഡുകളിലും ഉള്ള ITI കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് മികച്ച അവസരങ്ങൾ നൽകുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് ഇന്ത്യൻ റെയിൽവേ. അല്ലെ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഒന്നാണ് ഇന്ത്യൻ റെയിൽവേ. അതുകൊണ്ട് തന്നെ ഈ അവസരം ഒരു അപ്രൻറ്റിസ്ഷിപ്പ് അവസരമാണ്, ITIക്കാർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അതുകൊണ്ട് ഈ അവസരം ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ. ഇൻട്രൊഡക്ഷനിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ITIക്കാർക്ക് മാത്രമുള്ള ഒരു അപ്രൻറ്റിസ്ഷിപ്പ് അവസരം, അതും ഇന്ത്യൻ റെയിൽവേയുടെ 19 ഡിഫറെൻറ്റ് സെക്ടറുകളുണ്ട്, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സോണുകളുണ്ട്. അതിനകത്ത് കൊൽക്കത്ത ബേസ്ഡ് ആയിട്ടുള്ള സൗത്ത് ഈസ്റ്റേൺ റെയിൽവേ എന്ന് പറയുന്ന ആ ഒരു റെയിൽവേ സോണിലാണ് ഈ അവസരങ്ങളുള്ളത്. അപ്പോൾ ഈ സൗത്ത് ഈസ്റ്റേൺ റെയിൽവേയിൽ ഏകദേശം 1785 അവസരങ്ങളാണുള്ളത്. 1785 എന്ന് പറയുമ്പോൾ വലിയ നമ്പേഴ്സാണ്. അത്രയും അപ്രൻറ്റിസ് ട്രെയിനീസിനെയാണ് അവരെടുക്കുന്നത്. അപ്പം ഈ പറഞ്ഞതുപോലെ കൊൽക്കത്ത ബേസ്ഡ് ആയിട്ടുള്ള റെയിൽവേ ഡിവിഷനാണ്. അതുകൊണ്ട് ഏകദേശം നോർത്ത് ഈസ്റ്റ് ഭാഗങ്ങളിലൊക്കെ ആയിരിക്കാം നിങ്ങൾക്ക് ഈ അപ്രൻറ്റിസ്ഷിപ്പ് അവസരങ്ങൾ നൽകുക എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. ഇതിനകത്ത് എല്ലാ ട്രേഡുകൾക്കും ഉള്ള അവസരങ്ങളുണ്ട്. അതായത് ITIയിലെ ഒട്ടുമിക്ക എല്ലാ ട്രേഡുകൾക്കും ഉള്ള അവസരങ്ങൾ ഇതിനകത്ത് നൽകുന്നുണ്ട്. അതായത് ഫിറ്റർ, ടേണർ, ഇലക്ട്രീഷ്യൻ, വെൽഡർ, ഡീസൽ മെക്കാനിക്, മെഷീനിസ്റ്റ്, അതുപോലെ തന്നെ പെയിൻറ്റർ, റെഫ്രിജറേറ്റർ ആൻഡ് AC ടെക്നീഷ്യൻ, ഇലക്ട്രോണിക് ആൻഡ് മെക്കാനിക്, അതുപോലെ തന്നെ ക്രെയിൻ ഓപ്പറേറ്റർ, വൈൻഡർ, ലൈൻമാൻ, കാർപ്പൻ്റർ, ട്രിമ്മർ, മെഷീൻ ആൻഡ് മെയിൻ്റനൻസ്, ഇങ്ങനെ മിക്കവാറും എല്ലാ ITI ട്രേഡുകളും ഇവരെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളൊരു ITI കഴിഞ്ഞ സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് നിങ്ങൾ ഏറ്റവും മികച്ച ഒരു അപ്രൻറ്റിസ്ഷിപ്പ് നോക്കുന്നുണ്ടെങ്കിൽ ഇതാണ് നിങ്ങളുടെ അവസരം എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആയിട്ട് റെയിൽവേ ഇതിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങളൊരു 10th പാസ് കാൻഡിഡേറ്റ് ആയിരിക്കണം, 10ാം ക്ലാസ് പാസ്സായിരിക്കണം, അതും 50% മാർക്കോടെ നിങ്ങൾ പാസ്സായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് ട്രേഡിലോട്ടാണോ അപ്ലൈ ചെയ്യുന്നത് ആ ട്രേഡിലുള്ള ഒരു ITI ഉണ്ടായിരിക്കണം. ഫോർ എക്സാമ്പിൾ വെൽഡർ ട്രേഡിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ വെൽഡർ ട്രേഡിൽ നിങ്ങൾക്ക് ഒരു ITI, അതുപോലെ ഇലക്ട്രീഷ്യൻ ട്രേഡ് ആണെങ്കിൽ ഇലക്ട്രീഷ്യൻ ട്രേഡിലുള്ള ഒരു ITI ഉണ്ടായിരിക്കണം. അപ്പോൾ കൺസേൺഡ് ITI നിങ്ങൾക്ക് മസ്റ്റാണ്. അത് NCVT ഓഫർ ചെയ്യുന്ന ITI ആണെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിൽ NCVD ഓഫർ ചെയ്യുന്നതും. ഇപ്പോൾ NCVT ആൻഡ് NCVD രണ്ടും ആക്സെപ്റ്റഡ് ആണ്. രണ്ടിൽ ഏതാണെങ്കിലും ITI നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാം. അപ്പോൾ 10th + ITI മാത്രമാണ് ഇവർ ചോദിക്കുന്നത് എന്നുള്ള കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. അപ്പോൾ ഇതിൻ്റെ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു മെറിറ്റ് ലിസ്റ്റ് അവർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ മെറിറ്റ് ലിസ്റ്റിനെ ബേസ് ചെയ്തായിരിക്കും സെലക്ഷൻ. മെറിറ്റ് ലിസ്റ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ 10ാം ക്ലാസ്സിലെ മാർക്ക്, അതുപോലെ നിങ്ങൾ ITIക്ക് നിങ്ങൾ നേടിയ മാർക്ക്, ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി ഒരു കൺസോളിഡേഷൻ, ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി ഒരു ആഡ് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു ഇൻഡെക്സ് മാർക്കുണ്ട്. അതിനെ ബേസ് ചെയ്ത്, ഈ മാർക്കിനെ മാത്രം ബേസ് ചെയ്തായിരിക്കും അവർ ആദ്യത്തെ ഒരു ഷോർട്ട് ലിസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഷോർട്ട് ലിസ്റ്റിൽ നിങ്ങൾ ഉയർന്ന റാങ്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ 1785 അവസരങ്ങളിലൊന്ന് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും. അതുപോലെ ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഇന്ത്യൻ റെയിൽവേയുടെ ആയതുകൊണ്ട് തന്നെ, പൊതുമേഖലാ സ്ഥാപനമായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു സ്റ്റൈഫൻഡ് ഇവർ ഓഫർ ചെയ്യുന്നുണ്ട്. ഈ അപ്രൻറ്റിസ്ഷിപ്പ് പീരീഡിൽ നിങ്ങൾക്ക് നല്ലൊരു സ്റ്റൈഫൻഡ് ഓഫർ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഏജ് അവർ പറഞ്ഞേക്കുന്നത് 2025 ജനുവരി 1-ാം തീയതി നിങ്ങൾ 15-നും 24-നും ഇടയ്ക്കുള്ള പ്രായമുള്ളവരായിരിക്കണം. 15 to 24 ഏജ് ഗ്രൂപ്പിലുള്ളവരായിരിക്കണം ആസ് ഓഫ് ജനുവരി 25, 2025. അപ്പോൾ ആ കാര്യം പ്രത്യേകം ഒന്ന് ഓർക്കുക. ഇതിനകത്ത് ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, അതുപോലെ മറ്റ് ഭിന്നശേഷിക്കാർ, ഇങ്ങനെയൊക്കെയുള്ള കാറ്റഗറികൾക്ക്, അതായത് പ്രത്യേകം സംവരണം ഉള്ള കാറ്റഗറികൾക്ക് അതനുസരിച്ച് ഏജ് ഗ്രൂപ്പിൽ റിലാക്സേഷൻ ഉണ്ട് എന്നുള്ള കാര്യവും പ്രത്യേകം മനസ്സിലാക്കുക. അത് ഓരോ കാറ്റഗറിക്കും ഓരോന്നായിരിക്കും. ചിലർക്ക് 5 വർഷമായിരിക്കും, ചിലർക്ക് 3 വർഷമായിരിക്കും. അത് നിങ്ങളുടെ കാറ്റഗറി കണ്ടെത്തി അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലിടും. ഇന്ത്യൻ റെയിൽവേയുടെ അല്ലെങ്കിൽ നമ്മുടെ സൗത്ത് ഈസ്റ്റേൺ റെയിൽവേ ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്ന ലിങ്ക് ഞാനിടും. അതിൽ കയറി ഈ നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് മനസ്സിലാക്കാനായിട്ടും കൂടെ നിങ്ങളൊന്ന് ദയവായി ശ്രമിക്കുക. അപ്പോൾ ഇത് സ്റ്റൈഫൻഡ് തരും എന്ന് ഞാൻ പറഞ്ഞു. ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ടാണ് നിങ്ങൾ പ്രോസസ്സ് ചെയ്യേണ്ടത്. ഇതിനകത്ത് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ആപ്ലിക്കേഷൻ്റെ ഭാഗമായി നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രധാന കാര്യം, ഒരു ലേറ്റസ്റ്റ് കളർ ഫോട്ടോ അവർ അപ്ലോഡ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ സിഗ്നേച്ചർ അതും ഒന്ന് അപ്ലോഡ് ചെയ്യണം എന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പം സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യാനും ഫോട്ടോഗ്രാഫ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരെണ്ണം എടുത്ത് സൂക്ഷിക്കാൻ, അത് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ
ആപ്ലിക്കേഷൻ ഡിസംബർ 27 അപ്പോൾ ഡിസംബർ 27 നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഒന്ന് സബ്മിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇത് ITI കംപ്ലീറ്റ് ചെയ്ത ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച്, ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് ഏറ്റവും മികച്ച അവസരമാണ്. കാരണം നിങ്ങൾ ചെറിയ ജോലിയൊക്കെ ചെയ്ത് നാട്ടിൽ കൂടാൻ ശ്രമിക്കാതെ ഇത്തരം അവസരങ്ങൾ, പ്രത്യേകിച്ച് ഇന്ത്യൻ റെയിൽവേ പോലെയുള്ള സ്ഥാപനങ്ങൾ സ്ഥിരമായി അപ്രൻറ്റീസ്ഷിപ്പ് വിളിക്കാറുണ്ട്. അപ്പോൾ ആ അവസരങ്ങളൊക്കെ നിങ്ങളൊന്ന് ഉപയോഗിക്കുക. ഒരുപക്ഷെ നിങ്ങൾ നാട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കേണ്ടി വന്നേക്കാം. ഇപ്പം ഇതിൻ്റെ ഈ ഒരു കേസിലാണെങ്കിൽ കൊൽക്കത്ത ബേസ്ഡ് ആയിട്ടുള്ള ഒരു റെയിൽവേ സോണാണ്. അപ്പം നമ്മുടെ നാട്ടിലായിരിക്കില്ല നിങ്ങൾക്ക് അപ്രൻറ്റീസ്ഷിപ്പ്. സാരമില്ല, നിങ്ങൾക്കത് തീർച്ചയായിട്ടും നല്ലൊരു മുതൽക്കൂട്ടായിരിക്കും. കാരണം ഇതിന് ശേഷം നിങ്ങൾക്ക് ആ അപ്രൻറ്റീസ്ഷിപ്പിനെ ബേസ് ചെയ്ത് നല്ലൊരു കരിയറിലേക്ക് എത്തിപ്പെടാനായിട്ടുള്ളൊരു അവസരം ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ട് ആ അവസരം ഒന്ന് മുതലാക്കാൻ ശ്രമിക്കുക. നിങ്ങൾ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനലിലൂടെ കാണുന്നത് എങ്കിൽ ദയവായി സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഒന്ന് ഹിറ്റ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാ ദിവസവും ഒന്നിലധികം അല്ലെങ്കിൽ രണ്ടിലധികം വീഡിയോസ് ഞാൻ തൊഴിലവസരങ്ങളുമായി ബന്ധപ്പെട്ട്, എഡ്യൂക്കേഷണൽ അപ്ഗ്രേഡുമായി ബന്ധപ്പെട്ട് ഒക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട്. അതൊക്കെ നിങ്ങളിലേക്ക് നേരിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ്. എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു ഓൾ ദ ബെസ്റ്റ്.